ചീരയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ചീര എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ തലയിലേക്ക് ഒരു ചുവന്ന ചീരയാണല്ലോ അല്ലേ. ഈ ചുവന്ന എല്ലാ നിറങ്ങളുള്ള ഇലകൾക്കും സൂര്യപ്രകാശം ഫോട്ടോസിന്തസിസ് നടത്തിയെടുക്കാനുള്ള എഫിഷ്യൻസി കുറവായിരിക്കും. പച്ച ഇലകൾക്ക് കുറച്ചും കൂടി പച്ച ഇലകൾക്ക് വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും. നിറങ്ങൾ കൂടുന്തോറും അതിൻ്റെ എഫിഷ്യൻസി കുറയും അല്ലേ. അപ്പോൾ അവർക്ക് കൂടുതൽ സൂര്യപ്രകാശം ആവശ്യം, കൂടുതൽ നേരം സൂര്യപ്രകാശം ആവശ്യം വരും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എൻ്റെ സ്ലൈഡ് നമ്പർ 1 പറഞ്ഞ പോലെ സോയിൽ ഓർഗാനിക് കാർബൺ, ഒന്നാമത്തെ തന്നെ സോയിൽ പ്രിപ്പയർ ചെയ്യാം. സോയിൽ പ്രിപ്പറേഷനെ കുറിച്ച് എൻ്റെ സ്ലൈഡ് ഒരു യൂട്യൂബ് വേറെ വരുന്നുണ്ട്, ചിലപ്പോൾ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ അതും കൂടി ഒന്ന് പരിശോധിക്കുന്ന നന്നായിരിക്കും. എപ്പോഴും മണ്ണ് എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് 10 മണി ചെടിയായാലും ചീരക്ക് എന്ത് ചെടി ആയിക്കോട്ടെ, നിങ്ങളുടേതായിട്ടുള്ളൊരു എഫേർട്ട് അവിടെ കൊണ്ടുവരാനുണ്ട്, മണ്ണിനെ മനസ്സിലാക്കാനുണ്ട്. ആ മണ്ണിനെ മനസ്സിലാക്കാതെ മണ്ണ് എന്താണ്, ചെടികൾക്ക് എന്ത് വേണ്ടി ചെയ്യുന്നു, ചെടികൾ ഏത് തരത്തിലുള്ള മണ്ണിൽ, ചെടികളുടെ ബന്ധം ഏത് രീതിയിലാണ് മണ്ണുമായിട്ടുള്ളത്, ആ മണ്ണിൽ ഒതുങ്ങിയിരിക്കുന്ന ഓർഗാനിക് കാർബൺ അല്ലെങ്കിൽ മൈക്രോബ്സ്, സകലമാന പൂച്ചിപ്രാണികളും, ഇതാണ് ചെടികളുടെ ബന്ധത്തിന് അടിസ്ഥാനം. അതായത് അവരുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സുഹൃത്തുക്കൾ അവരൊക്കെയാണ്, നമ്മളല്ല, മനുഷ്യന്മാരല്ല. അവരുടെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്റിമേറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവരുടെ മൈക്രോബുകളാണ്. ആ മൈക്രോബുകൾക്ക് ചെടിയും പ്ലാന്റുകളും, ഇവർ രണ്ടുമാണ് പരസ്പരം ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്ന ലക്ഷോപലക്ഷം വർഷങ്ങളായിട്ട്. അപ്പൊ അവരുടെ ബന്ധത്തെ, ആ മണ്ണുമായി നിൽക്കുന്ന ആ സ്ട്രക്ചറിനെയും, ആ ഏത് രൂപത്തിലുള്ള സ്ട്രക്ചർ ആയിരിക്കണം, അവിടെ എത്രമാത്രം ഈർപ്പം വേണം എന്നതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഏത് കൃഷി ചെയ്യുമ്പോഴും വിജയിക്കുന്നത്. ചീര അങ്ങനെ തന്നെയാണ്. ചീരയ്ക്കും പ്രത്യേകത ഒന്നുമില്ല. നന്നായിട്ട് ഓർഗാനിക് കാർബൺ വേണം, ഓർഗാനിക് മാറ്റർ വേണം, മോയ്സ്ചർ വേണം അല്ലേ, ഇതെല്ലാം നന്നായിട്ട് വേണം. അതിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള മൈക്രോബുകൾ വേണം. വളരെ എയറോബിക് ആയിരിക്കണം മണ്ണ്. എന്നാൽ മാത്രമേ ആ പ്രൊട്ടക്ഷൻ, അവിടുത്തെ ബയോളജി മെച്ചപ്പെടുന്നുള്ളൂ. പ്ലാന്റുകൾക്ക് വേണ്ടുന്ന, സസ്യങ്ങൾക്ക് വേണ്ടുന്ന പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അവർ പ്രൊട്ടക്റ്റഡ് ആയിട്ട് മാറുള്ളൂ ആ ഏരിയയിൽ. അങ്ങനത്തെ ഒരു എഞ്ചിനീയറിങ്, ബയോളജി ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതേപോലെ തന്നെ ചെടികൾക്ക് നിർബന്ധമായും വേണ്ടതാണ് അവരുടെ മണ്ണ് തുറന്നിടാതിരിക്കുക എന്നുള്ളത്. ആ മണ്ണിന് എപ്പോഴും ഒരു സ്വെറ്റർ കൊടുക്കണം, ഒരു പുതപ്പ് വേണം. നമ്മൾ നല്ല തണുപ്പ് കാലത്ത് പുതപ്പിൻ്റെ അടിയിലിരിക്കുന്ന പോലെ, ആ നല്ല തണുപ്പുള്ള സമയത്ത് ആ പുതപ്പൊന്ന് മാറ്റി നോക്കുക, നമുക്കിന് ദേഷ്യം വരും അല്ലേ. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ആ തണുപ്പുള്ള സമയത്ത് ആരെങ്കിലും മോത്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാലോ, എന്ന പോലെ തന്നെ ഭയങ്കര ദേഷ്യമായിരിക്കും ആ തണുപ്പ് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഒരു പുതപ്പ് വേണം. ഇതേപോലെ തന്നെ പൊതയുണ്ടായിരിക്കണം, മണ്ണിൽ ഓർഗാനിക് മാറ്റർ നിറയുണ്ടായിരിക്കണം. സ്ലൈഡ് നമ്പർ 1 അത് വിവരിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഒരു ഏകദേശം ഒരു മോഡൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചീരകൃഷിയും അതേപോലെ തന്നെയാണ്. ഈർപ്പുണ്ടായിരിക്കണം, മിനറൽസ് ഉണ്ടായിരിക്കണം, വായുസഞ്ചാരം ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. നല്ല രീതി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നല്ല രീതി, ഈ ചീരയ്ക്ക് പ്രത്യേകിച്ച് വളമൊക്കെ ആവശ്യമുണ്ടെന്ന് പലരും ചോദിക്കാം. ഇല്ല, ആവശ്യമില്ല. എല്ലാവരും പറയും എന്തിനത്രയൊക്കെ വളർന്നത്, അങ്ങനെയൊക്കെ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ? എഫേർട്ട് എടുക്കാതും ചീര വളരില്ല, വെറുതെ വളരുന്നതെന്ന് പറയും. ശരിയാണ്, അങ്ങനെയും വളർത്താം, ഒരു വളരേണ്ട ആവശ്യമില്ല. പക്ഷെ നല്ല രീതിയിൽ വളരില്ല എന്ന് മാത്രം. നല്ല വലിപ്പമുള്ള ഇലകൾ, നല്ല നിറമുള്ള ഇലകൾ, നല്ല ആരോഗ്യത്തോടുള്ള ഇലകൾ അതുണ്ടായിന്ന് വരില്ല. നല്ല ബയോമാസ്, നിറയെ വേരുകൾ ഉണ്ടാവുക. നിറയെ വേരുകൾ ഉണ്ടായിട്ട് എനിക്ക് എന്താ കാര്യം, എനിക്ക് ഇലയാണ് ഉണ്ടാവേണ്ടത് എന്ന് പലരും വാദിക്കാം. കാരണം ഈ കാണുന്നവർ ഒരു ആംഗിളിലൂടെ കാണുന്നുള്ളൂ. പലരും പറയാൻ പറ്റില്ലേ, എന്തിനാ വളരുന്നത്, വളരാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കല്ലോ. വെറുതെ പർവ്വതീകരിക്കും അവർക്ക് ഈ വിമർശിക്കാൻ മാത്രം താല്പര്യമില്ല. ഏതെങ്കിലും ഒരു ആംഗിളിലൂടെ കാണും അവർ, ഒരൊറ്റ ആംഗിളിലൂടെ.
ഈ കുതിരപ്പന്തയത്തിൽ കുതിര ഓടുന്ന പോലെ, രണ്ട് കണ്ണടപ്പൻ സാധനം വെച്ച് ഓടില്ല എന്ന പോലെ അവർ ഓടുക. ഈ ഉപദേശികൾ എല്ലാവരെയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവരെപ്പോഴും ഒന്നുകിലും ഒറ്റ കണ്ണ്, അവർക്ക് ഒരു വിഷയത്തിന്റെ മുഴുവൻ വശങ്ങളെയും ബന്ധിച്ച് വായിക്കാൻ അറിയില്ല. എന്താ കുറച്ച് ഈ ചെടികൾക്ക് വേരുകൾ വളർന്ന കുഴപ്പം? അത്രയും ബയോമാസ് അവിടെ വീണ്ടും നിറയാണ്. അവരടുത്ത ആ ഒരു കൃഷി കഴിഞ്ഞാലും അടുത്ത പ്രോസസ്സ് ഉണ്ടല്ലോ മണ്ണിന്റെ, അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. കാരണം മണ്ണിൽ ബയോമാസ് ഉണ്ടായിരിക്കണം, വേരുകൾ നിറയെ ഉണ്ടായിരിക്കണം ആ ചെടിയുടെ വളർച്ചയോടൊപ്പം തന്നെ. അപ്പൊ നമ്മൾക്ക് അടുത്ത കൃഷി മെച്ചപ്പെടുത്തി ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കില്ല. കാരണം അവർക്ക് മേലെ മാത്രം നോക്കുള്ളൂ, കീഴെ നോക്കില്ല. അങ്ങനെയാണ് നമ്മൾ കൃഷി അവതാളത്തിലാവുന്നത്. നൈട്രജൻ കൂടുതലിട്ടുകൊണ്ടേയിരിക്കും. കാരണം എബോവ് മാസ് ആണ്, ബിലോ മാസ്. നൈട്രജൻ കൂടുതൽ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുക? എബോവ് മാസ് കൂടും. അപ്പൊ നമ്മൾക്ക് മണ്ണ് കേടാവും. ഓരോ സീസൺ കഴിയുന്തോറും നമ്മുടെ മണ്ണ് കേടായിക്കൊണ്ടിരിക്കും ഈ ബിലോ മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ചിന്തയില്ല അവർക്ക്, അവർക്ക് ആ വീക്ഷണമില്ല. അങ്ങനെ സമഗ്രമായ ഒരു വീക്ഷണം ഇല്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുക. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ വെച്ചാൽ പോരെ. ആ വെറുതെ വെച്ചാലും അതിന്റെ മൊത്തത്തിലൊരു വളർച്ച ഉണ്ടാവണ്ടേ, കൂടുതൽ പൂക്കൾ, കൂടുതൽ കായ ഉണ്ടേ. ഓ എനിക്ക് 2 കായൊക്കെ മതി, ചിലർ അങ്ങനെയും പറയും. എനിക്ക് 5ഉം 10ഉം കായൊന്നും വേണ്ട, എനിക്ക് 2 കായ മതി. അങ്ങനെയുള്ളവരുണ്ട്. അതിൽ 5 കായ ഉണ്ടായ എന്തോ കുഴപ്പം? അയൽവക്കക്കാർക്ക് പറിച്ചു കൊടുത്തൂടെ? ഇല്ല, അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം, അയൽവക്കക്കാർക്ക് കൊടുക്കണമെന്നൊന്നുമില്ല. എൻ്റെ വീട്ടിൽ കായ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവിടുത്തെ ചെടികളെല്ലാം മുഴുവൻ ഉണങ്ങി പോട്ടെ എന്ന് ചിന്തിക്കുന്നതായിരിക്കും പലരും, അല്ലേ? എന്തായാലും ഒരു ചൊല്ലുണ്ടല്ലോ, ആങ്ങളെ മരിച്ചാലും കുഴപ്പമില്ല, നാത്തൂന്റെ കണ്ണീര് കാണണം എന്നുള്ള പോലുള്ളവരൊക്കെ ഉണ്ടാവും, ഉപദേശികളും, അല്ലെ? അങ്ങനെ വളം നമ്മൾ എത്ര കണ്ട് മണ്ണിനെ മെച്ചപ്പെടുത്തുന്നോ, നമ്മളുടെ അടുത്ത കൃഷി, നമ്മളൊരു കൃഷിയല്ലല്ലോ നോക്കുന്നത്. ഒരു സീസണിൽ ഒരു ചെടി വെച്ച് അതോടെ നമ്മുടെ കൃഷി കഴിഞ്ഞില്ലല്ലോ. അപ്പൊ മണ്ണ് മെച്ചപ്പെടണ്ടേ? ഗ്രോ ബാഗ് ആയാലും മെച്ചപ്പെട്ടുകൊണ്ടേ ഇരിക്കണ്ടേ? എന്നാലേ കൃഷി നന്നാവുള്ളൂ. മാത്രമല്ല, നമ്മൾ ഒരു പ്രാവശ്യം ഒരു തരത്തിൽ ഒരു കൃഷിക്ക് വേണ്ടി ഒരു ബെഡ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കൃഷിഭൂമി ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ മറ്റുള്ള കൃഷികൾക്ക് ആരംഭിക്കുക. അതേ സ്ഥലത്ത് തന്നെ മറ്റു കൃഷികൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ചീര കൃഷി ചെയ്ത സ്ഥലത്ത് തന്നെ നമുക്ക് ഉലുവ കൃഷി ചെയ്യാം, കപ്പലണ്ടി കൃഷി ചെയ്യാം, ക്യാരറ്റ് ചെയ്യാം, മുള്ളങ്കി ചെയ്യാം, പച്ചമുളക് വെക്കാം, തക്കാളി വെക്കാം, അല്ലെ? എല്ലാം. അപ്പൊ നമ്മളൊരു കൃഷിഭൂമി ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ, ഈ നല്ല രീതി അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക. ആദ്യം നമ്മൾ ഒരു കൃഷി തുടങ്ങാൻ പോകുമ്പോൾ നന്നായിട്ട് ഇളക്കി മറിച്ച്, കാരണം ചിലപ്പോൾ ചില ഇളക്കി മറിക്കൽ ആവശ്യം ഉണ്ടായിരിക്കും, പിന്നീട് നമുക്ക് ഇളക്കി മറിക്കേണ്ട ആവശ്യം വരാതിരിക്കും. കാരണം മണ്ണ് മെച്ചപ്പെടുന്നതിനനുസരിച്ച് ഇളക്കി മറിക്കൽ കുറയ്ക്കണം. കാരണം മണ്ണ് എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, കിളയ്ക്കാൻ പാടില്ല, മറിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അപ്പോൾ ഒരു മീഡിയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഒന്നുകിൽ ഒരു ബെഡ് ഉണ്ടാക്കിയെടുക്കുന്നു, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ. എവിടെയായാലും കൂടുതൽ ഓർഗാനിക് മാറ്റർ വേണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മാത്രം നമുക്ക് ആ ഓർഗാനിക് മാറ്റർ ഇന്ന് മണ്ണിൽ നിന്ന് ഹ്യൂമിക് എന്താ പറയുക, കാർബണിന്റെ അളവ് വളരെ കുറഞ്ഞിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹ്യൂമിക് ആസിഡ്, ഫൾവിക് ആസിഡ്, അമിനോ ആസിഡ്സ്, സീവീഡ് ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഓർഗാനിക് മാറ്റർ വളരെ പെട്ടെന്ന് നമ്മൾക്ക് മണ്ണിലെ ആ ഓർഗാനിക് കാർബണിന്റെ അളവുണ്ടല്ലോ, അതിന്റെ അളവ് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും. കാർബണിന്റെ അളവ് വർദ്ധിക്കുന്നു, കാർബൺ മണ്ണിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥ വരും. മണ്ണില് 5% കാർബൺ, 6% കാർബൺ, 7% കാർബൺ എന്ന അളവിലൊക്കെ വരുമ്പോണ്ടല്ലോ, മണ്ണിൽ പിന്നെ അത്ര കണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മണ്ണായിട്ട് മാറും. അത് നമുക്ക് 10ഉം 11ലേക്കൊക്കെ 12ലേക്കൊക്കെ എത്തിക്കാം, 20ലേക്ക് എത്തിക്കാം. ഗെയ്ബ് ബ്രൗണിന്റെ വളരെ ലോക പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണല്ലോ ഗെയ്ബ് ബ്രൗൺ. അദ്ദേഹത്തിന് മണ്ണ് ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട് അമേരിക്കൻ USDA. കാരണം 11%, 2013 മറ്റോ 13-14-13 13% വരെ അദ്ദേഹം എത്തിയത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ മണ്ണിൽ ചിലപ്പോൾ ഒരു പക്ഷേ 1919 മറ്റു തുടങ്ങിയിട്ട്, 1920 മറ്റു തുടങ്ങിയിട്ട് കേട്ടോ. ഇപ്പൊ ആ മണ്ണത് 20ലേക്ക് എത്തിയിട്ടുണ്ടാവും, അതിൽ കൂടുതലായിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം കൂടുതൽ ഈ വിഷയങ്ങളെ കുറിച്ച് അറിയുന്നതോറും വളരെ ഫാസ്റ്റായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും.
അദ്ദേഹത്തിന്റെ മണ്ണിൽ വളങ്ങളൊന്നും ഇടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി. നൈട്രജനൊക്കെ 100, 200, 300, 500% കൂട്ടിയെടുക്കാൻ സാധിക്കും, നേടിയെടുക്കാൻ സാധിക്കും സാധാരണ മണ്ണിനേക്കാൾ. ഫോസ്ഫറസും പൊട്ടാസ്യം എല്ലാം സാധാരണ മണ്ണിൽ ഇപ്പോൾ 0.5, 0.3, 0.4 ഒക്കെ ഉള്ള മണ്ണിലത്തെ കാർബണിന്റെ അളവുണ്ടല്ലോ, അതിനേക്കാൾ 100, 200, 300, 400, 500% കൂടുതൽ, 1000% കൂടുതൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും. അത് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. ബയോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ അതൊക്കെ തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. അതുകൊണ്ടാണ് പിന്നെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഉപയോഗിക്കേണ്ടി വരില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചീരകൃഷിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഏരിയ ഉണ്ടാക്കുന്ന 1 സെന്റ്, ഞാൻ ഒരു സെന്റിനെ ബേസ് ചെയ്യുന്നത്, സാറിന് ഇത്തരം കൃഷികൾ അധികം ചെയ്യുന്നവരും സാധാരണ ഈ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി എന്ന അർത്ഥത്തിലാണ്. എന്നാൽ വളരെ എളുപ്പത്തിലും നമുക്ക് ഒരാഴ്ചയിൽ 2, 3, 4 പ്രാവശ്യം വെട്ടിയെടുക്കാവുന്ന തരത്തിൽ സെക്ഷൻ തിരിച്ചുകൊണ്ട് നമ്മൾ സ്പ്രെഡിങ്, സീഡ് നടുന്ന രീതി, അത് ഓരോരോ ആഴ്ചയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആഴ്ചയിലും പറിച്ചെടുക്കാവുന്ന രീതിയിലായിട്ട് മാറും. നന്നായിട്ട് മണ്ണ് ഇളകണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഇളകിയ മണ്ണിൽ നമ്മൾ വിത്ത് വിതയ്ക്കുന്നു. ഏതെങ്കിലും ഒരു അരിപ്പ കുറച്ച്, അതല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ വിതറാവുന്നുള്ളൂ. അതിലൊരു 100%, അതായത് ഇപ്പോൾ ഒരു 100 ഗ്രാം അല്ലെങ്കിൽ ഒരു 10 ഗ്രാം വിത്ത് ഉണ്ടെങ്കിൽ 100 ഗ്രാം മണ്ണ് ചേർത്തുകൊണ്ട് വിതറിക്കഴിഞ്ഞാൽ അത് കുറച്ച് അകന്ന് കിട്ടാൻ സഹായിക്കും. അതല്ലെങ്കിൽ ചീരയുടെ വിത്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വിത്താണ്, അത് ഓരോന്നോരും കുത്തി മുളപ്പിക്കാൻ സാധിക്കില്ലല്ലോ. നമ്മുടെ മത്തങ്ങ വിത്ത് പോലെ അകലത്തിൽ കുത്തിവിടാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് സ്പ്രെഡ് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ കൈകൊണ്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും, അതിന് കുറച്ച് അറിവും ആ ഒരു കൈവഴക്കം വന്നവർക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. കുറച്ച് അകലത്തിൽ നിൽക്കുന്നത് നല്ലതുമാണ്. ഒരു 5 സെന്റ്, 10 സെന്റ്, 15 സെന്റ് അകലത്തിൽ. ഇത് പറിച്ചു നടാനുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജീരകം തൊലി പൊളിക്കുന്ന പോലെ ആയിരിക്കും പറിച്ചു നടല്. കാരണം പറിച്ചു നട്ടാലും 10-20 ദിവസം കൊണ്ട് പറിക്കുന്നതല്ലേ. അപ്പൊ പിന്നെ ഓരോ മണിക്കൂറിലും പണിയായിട്ട് പോകും, പണിയുടെ ഭാരം കൂടും. അപ്പൊ സ്പ്രെഡ് ചെയ്യാൻ നല്ലത്. അരിപ്പയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മീഡിയത്തിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും നെറ്റ് എടുത്തിട്ട്, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ വിതറാവുന്നുള്ളൂ. 1:100, ഒരു 10 ഗ്രാമിന് 100 ഗ്രാം മണ്ണ് ചേർത്തുകൊണ്ട് മിക്സ് ചെയ്ത് നമ്മൾ കൈ കൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്താൽ തന്നെ അകലത്തിലായി മാറിയത്. ഇനി പഠിപ്പിച്ചു വളർന്നുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ പറിച്ചെടുത്തുകൊണ്ടിരിക്കുക. ഓരോ പ്രായത്തിൽ നമ്മൾ സ്പ്രൗട്ട് ചെയ്യുന്നില്ലേ, മൈക്രോ ഗ്രീൻസ്, അതേപോലെ. അപ്പോൾ എന്താ ചെയ്യുക, ഓരോ 2 ദിവസം 3 ദിവസം ആദ്യം കുറച്ച് മൈക്രോ ഗ്രീൻ ആയി എടുക്കുക, വലിച്ചെടുക്കുക. 1 ഇഞ്ച് 2 ഇഞ്ച് പ്രായത്തിൽ. അത് കഴിഞ്ഞ് 4 ഇഞ്ച് 5 ഇഞ്ച് പ്രായത്തിൽ വെട്ടിയെടുക്കുന്നു, അല്ലെങ്കിൽ പറിച്ചെടുക്കുന്നു. പറിച്ചെടുക്കുന്നതിൽ വെട്ടിയെടുക്കുകയാണ് നല്ലത്. കാരണം അത്രയും ബയോമാസ്, വേരുകൾ അവിടെ തന്നെ ആ മണ്ണിൽ തന്നെ ഇരിക്കും. അത് പിന്നീട് വളമായിട്ട് മാറുന്നു. അങ്ങനെ ഓരോരോ ഗ്യാപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമുക്ക് ആ ഇടത്ത് തൂർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ മണ്ണിൽ നിന്ന്, അതിനെ അകറ്റി മാറ്റാൻ സാധിക്കും. പറിച്ചെടുത്തുകൊണ്ടോ മുറിച്ചു മാറ്റിക്കൊണ്ടോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം മൈക്രോ ഗ്രീൻസ് ആയിട്ട്. ബേബി അമറന്ത്, ബേബി ചീര, കുട്ടിച്ചീരകൾ എന്ന അർത്ഥത്തിൽ നമുക്കതെടുത്ത് കറികളിലോ മെഴുക്ക് വരട്ടിയായിട്ടോ മറ്റൊക്കെ ഉപയോഗിക്കാമല്ലോ. ചുവന്ന ചീരയ്ക്ക് ഗുണം കൂടുതലാണ്, നിറങ്ങളുള്ള ചീരയ്ക്ക് ഗുണം കൂടുതലാണ്. മറ്റേ പച്ചച്ചീരയ്ക്ക് ഗുണമില്ല എന്നുള്ളതിനർത്ഥം കുറേ കൂടി ചില പിഗ്മെന്റ്സ് അതിൽ കൂടുതലായിരിക്കും ചുവന്ന ചീരയിൽ. ആ പിഗ്മെന്റ്സ് നമ്മുടെ ആന്റിബയോട്ടിക് ആയിട്ടും അങ്ങനെ കുറെ ശരീരത്തിന് കൂടുതൽ ഗുണമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന പല പോഷകങ്ങളും മരുന്നുകൾ പോലെ നമ്മുടെ ശരീരത്തിലേക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ വരാനിരുന്ന ക്യാൻസറിനെ പോലും തടയിടാൻ സാധിക്കും. വരാൻ പോകുന്ന ഡയബറ്റിക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളെ പോലും തടയിടാൻ സാധിക്കും നമുക്ക്. അത്തരം പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു ചേർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നിരന്തരമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ശരീരത്തിൽ ഡയബറ്റിക്സും ക്യാൻസറൊന്നും ഉണ്ടായിന്ന് വരില്ല. അല്ല, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ചില ഭക്ഷണങ്ങൾ പ്രത്യേകം താല്പര്യപ്പെട്ട് കഴിക്കുന്നത്. പിന്നെ അതിന്റെ രുചി, പോഷക ഗുണം പോലെ തന്നെ രുചി. ചീരയ്ക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും സൂര്യപ്രകാശം വേണം.
കാരണം ഈ നിറങ്ങളുള്ളത് കൊണ്ട് കൂടുതൽ സമയം സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ, ഒന്നാമത് ഏത് ചെടിക്കായാലും 8-10 മണിക്കൂർ സൂര്യപ്രകാശം വേണം, എന്നാലേ അതിന്റെ മെഡിസിനൽ വാല്യൂ വർദ്ധിക്കുള്ളൂ. സൂര്യപ്രകാശം മാത്രം പോരാ, വളപ്രയോഗം. അപ്പോൾ നേരത്തെ പറഞ്ഞ ആളുകളുണ്ടല്ലോ, ഇതിനധികം വളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നവർ, കാരണം അവർ ഈ ഭക്ഷണത്തിന്റെ മെഡിസിനൽ വാല്യൂവിനെ കുറിച്ച് അവർ ബോധവാന്മാരല്ല. നമ്മൾ എത്ര കണ്ട് വളവും സൂര്യപ്രകാശം കിട്ടണം, അതുപോലെ വളപ്രയോഗം നടത്തണം, അതുപോലെ ജലസേചന രീതികൾ മെച്ചപ്പെടുത്തണം, എങ്കിൽ മാത്രമേ ഫുഡ് ബിക്കം ആസ് എ മെഡിസിൻ. ഭക്ഷണത്തിന്റെ മരുന്ന് ഗുണം അല്ലെ, അത് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഈ മാനേജ്മെന്റ് പ്രാക്ടീസ് നന്നായാൽ മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പോഴും കൃഷിക്കാർ പറയുന്ന കേൾക്കാം, നല്ല നല്ല കൃഷിക്കാർ പോലും പറയും ചേമ്പും ചേനയും നടന്നതിന് വലിയ വളർന്ന ആവശ്യമില്ലാന്നേ. അത്ഭുതപ്പെടാറുണ്ട് ഞാൻ അവരുടെ ആ വാക്കുകൾ കേട്ടിട്ട്. വളം വേണ്ട, അങ്ങനെ എല്ലാവരും പറയേണ്ടത്. എൻ്റെ മണ്ണിൽ വളരുന്നത് പോലെ നിങ്ങളുടെ മണ്ണിൽ വളർന്നെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വളപ്രയോഗത്തിലൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതല്ലെങ്കിൽ ജലസേചനത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. അതല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയിൽ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എൻ്റെ തോട്ടത്തിൽ ചിലപ്പോൾ എനിക്കൊരു 30 കിലോയോ 100 കിലോയോ 200 കിലോ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ തോട്ടത്തിലെത്തുമ്പോൾ ചിലപ്പോൾ 10 കിലോ ആയിന്ന് വരാം. ചിലപ്പോൾ നിങ്ങളുടെ തോട്ടത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തതിനേക്കാളും ചിലപ്പോൾ 100 കിലോ കൂടുതൽ കിട്ടിയെന്ന് വരാം. അത് നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നോ എന്നതിനനുസരിച്ചിരിക്കും. ഞാൻ എൻ്റെ ഭൂമിയിൽ വളപ്രയോഗം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ സീസണിൽ, കാരണം എൻ്റെ മണ്ണ് ഓൾറെഡി വളം തിങ്ങി നിൽക്കുന്ന ഒരു മണ്ണായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഒരു തെറ്റായിട്ടുള്ള പ്രാക്ടീസ് അവിടെ ചെയ്തിരുന്നില്ല. ഞാനൊരു കൃഷിക്കാരനായതുകൊണ്ട് എൻ്റെ മണ്ണ് ഓൾറെഡി വളങ്ങളാൽ സമ്പന്നമാണ്, പോഷകങ്ങളാൽ സമ്പന്നമാണ്, സോയിൽ ബയോളജിയാൽ സമ്പന്നമാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രത്യേകിച്ച് വളം ചേർക്കേണ്ട ആവശ്യം വന്നില്ല. നിങ്ങൾക്ക് പക്ഷെ ചേർക്കേണ്ടി വരാം എന്നാണ് ആ കൃഷിക്കാരൻ പറയേണ്ടത്. വളങ്ങൾ വേണ്ടെന്നല്ല. കാരണം ഏതൊരു കൃഷിക്കും അതിൻ്റെതായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ട്. അവിടുത്തെ ബയോളജി മെച്ചപ്പെടുത്തണം. ഇത് കൃഷിക്കാർക്ക് പലർക്കും അറിയില്ല, ഈ ബയോളജി മെച്ചപ്പെടുത്തുക എന്താണെന്നുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് മണ്ണ് മെച്ചപ്പെടുന്നത്, ചെടികൾ മെച്ചപ്പെടുന്നത്, ചെടികളിൽ പോഷക മൂല്യം കൂടുന്നത്. വെറുതെ എന്താ പറയുക, വളഞ്ഞും പുളഞ്ഞുള്ള കായകളും കിഴങ്ങുകളൊക്കെ ഉണ്ടായാൽ മാത്രം പോരല്ലോ. ഈ ഒരു വിഷയം പരിഗണിക്കണ്ടേ. അപ്പോൾ നമ്മൾ ചീര സ്പ്രെഡ് ചെയ്തു അല്ലെ, അതിൻ്റെ മേലേക്ക് നിങ്ങൾ എന്തെങ്കിലും തവിടോ ഉമി അതിൻ്റെ മേലേക്ക് ഇട്ടാൽ മതി. തവിടല്ല, ഉമി. അതിനെയൊക്കെ ചകിരിച്ചോറ്, കമ്പോസ്റ്റ് ചെയ്തെടുത്ത് ചകിരിച്ചോറ് അതിൻ്റെ മേലേക്ക് ഇടുക. ഒരു 1/2 ഇഞ്ച് കനത്തിൽ, 1/4 ഇഞ്ച് കനത്തിൽ, 1 ഇഞ്ച് കനത്തിൽ. കാരണം അത് ഈ ചീരവിത്ത് നമുക്ക് താഴ്ത്തിയിടാൻ പറ്റില്ലല്ലോ. നമ്മൾ കുഴി കുഴിച്ച് 1 ഇഞ്ച് 1/2 ഇഞ്ച് കുഴിച്ച് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്നവരായിരിക്കും വരയൊക്കെ വരച്ച് അതിലൂടെ വിത്ത് ഇങ്ങനെ പൊടി പോലെ നമ്മളിങ്ങനെ ഉപ്പിടില്ലേ, 2 തള്ളവിരലും ചൂണ്ടുവിരലും പൊടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഉപ്പിടില്ലേ, ഇങ്ങനെ സാലഡിലൊക്കെ എന്ന പോലെ. പക്ഷെ അതിനേക്കാൾ എളുപ്പം ഈ പറഞ്ഞ പോലെ മണ്ണും ചീരവിത്തും തമ്മിൽ മിക്സ് ചെയ്ത് 1:100 മിക്സ് ചെയ്തിട്ട്, അതായത് 1:10, ഒരു 10 ഗ്രാം ഉണ്ടെങ്കിൽ 100 ഗ്രാം മണ്ണുമായി ചേർത്ത് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മേലെ ഏതെങ്കിലും തരത്തിലുള്ള ഓർഗാനിക് മാറ്റർ നിറച്ചാൽ മതി. കാരണം ഒരു മറ കിട്ടണം. ഇനി ചെറുതായിട്ട് കിളച്ചിട്ടിട്ടുള്ള മണ്ണിലാണെങ്കിൽ അതിൽ വിത്ത് വിതറി ആ മണ്ണിനെ ഒരു വടിയെടുത്ത് പരത്തിയാലും മതി. ആ മേൽഭാഗത്ത് 1 ഇഞ്ച് 2 ഇഞ്ച് മണ്ണ് എന്ന് പറയുന്നത് മേലെ വന്ന് വീഴുന്നതും അതിന് തൊട്ടടിയിൽ 1 ഇഞ്ച് മണ്ണും ഏറ്റവും ഫലഭൂയിഷ്ഠമായിരിക്കണം. കാരണം വിത്തുകൾ മുളച്ചു വരുന്ന അതേ സമയം തൊട്ട് തന്നെ അവർക്ക് വളങ്ങൾ വലിച്ചെടുക്കാനുള്ള, പോഷകങ്ങൾ വലിച്ചെടുക്കാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരിക്കണം, ലഭ്യത അവിടെ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ചെടികൾ വളരെ ഗംഭീരമായിട്ട് ചെറിയ പ്രായം തൊട്ട് തന്നെ വളരുള്ളൂ. അതല്ലാതെ 2 ഇഞ്ചോ 3 ഇഞ്ചോ 4 ഇഞ്ചോ അടിയിലല്ല, ആ മേൽഭാഗത്ത് തന്നെ. അപ്പൊ ആ രീതിയിൽ നമ്മളൊരു വളപ്രയോഗം മിശ്രിതം നമ്മൾ മേലെ ചേർക്കുന്ന പറയാ ഈവൻ കമ്പോസ്റ്റ് ആയാലും മതി. കമ്പോസ്റ്റ് തന്നെ മേൽഭാഗത്ത് വെതറിട്ടാൽ മതി. അപ്പൊ ആ വിത്തിന്റെ മേലെ വന്ന് വീഴുന്നു. ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്തെടുത്ത് അതും കുറച്ചുകൂടി വളം മിക്സ് ചെയ്തുകൊണ്ട് കൂടുതൽ പോഷകങ്ങളും അതുപോലെ ബയോ സ്റ്റിമുലൻസ് ആൻഡ് ബയോ ഏജൻസ് അതെല്ലാം മിക്സ് ചെയ്തിട്ട് മേൽഭാഗത്ത് വിതച്ചു കഴിഞ്ഞാൽ അങ്ങനെയും നല്ലത് തന്നെയാണ്.
തീർച്ചയായിട്ടും ഈ ചീരവിത്തുകളൊക്കെ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ജെർമിനേഷൻ വെള്ളത്തിൽ കലർത്തി വെക്കുന്നത് നല്ലതാണ്. അവിടെ കലർത്തി വെച്ചുകൊണ്ട് ചേർത്ത് വെച്ച് സ്പ്രൗട്ടും തുടങ്ങില്ലേ, ആ സമയത്ത് എടുത്തുകൊണ്ടും വെതറാം, നല്ല തണുപ്പ് കാലത്താണെങ്കിൽ. അതല്ലെങ്കിൽ ഒരു ഷെയ്ഡ് ഉണ്ടാക്കിക്കൊണ്ട്, കാരണം ഈ മുളച്ച് സ്പ്രൗട്ട് ചെയ്തിട്ടുള്ള സംഗതികൾ കൂടുതൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ചെയ്തൊരു ചകിരിച്ചോറോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മതി. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു തെങ്ങിൻ്റെ ഓലയുടെ പട്ട, ഉണങ്ങിയ പട്ടയോ മറ്റോ മേലെ എടുത്ത് വെക്കുക. അതല്ലെങ്കിൽ 2 ഇഞ്ച് 3 ഇഞ്ച് മേലേക്ക് എന്തെങ്കിലും 4 കാല് വെച്ചുകൊണ്ട് അതിൻ്റെ മേലെ ഒരു ഷീറ്റ് ഇട്ട് മൂടുക, ഗ്രീൻ ഷീറ്റ്. അങ്ങനെ നമ്മൾ ജെർമിനേറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് ഈ മണ്ണ് ചേർക്കേണ്ട ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്യാവുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കൂടി ചിലപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ 2 ചെടി 3 ചെടി 4 ചെടി 5 ചെടി ഒരുമിച്ച് വളർന്നല്ലോ, വളരട്ടെ. കാരണം നമ്മൾ മണ്ണ് ഏറ്റവും മെച്ചപ്പെട്ടതാണ്, ബയോളജി മെച്ചപ്പെട്ടത്. അതുകൊണ്ട് 2 3 ചെടികൾ ഒരുമിച്ച് വളർന്നാലും കുഴപ്പമൊന്നുമില്ല, അവർ നല്ല ആരോഗ്യത്തിൽ തന്നെ വളരും. ആരോഗ്യമില്ലാത്ത മണ്ണിലാണ് 2 3 ചെടിയും അല്ലെങ്കിൽ തീരെ ഫെർട്ടിലൈസർ തീരെ ഇല്ലാത്ത മണ്ണിലാണ് ഇത് ഒരുമിച്ച് വളരുമ്പോൾ ഒരു ചെടി വലുതും മറ്റേ ചെടി ചെറുതായിട്ട് നിൽക്കുക. പക്ഷെ നമ്മൾ മണ്ണ് മെച്ചപ്പെട്ടത് ഏതെല്ലാം തരത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ മണ്ണിനെ മെച്ചപ്പെടുത്തുന്നോ അതിനനുസരിച്ചിരിക്കുക അതൊക്കെ. അതുകൊണ്ടാണ് ആ തുടക്കത്തിൽ തന്നെ ആ മണ്ണ് പ്രിപ്പറേഷൻ, സോയിൽ പ്രിപ്പറേഷൻ വളരെ ഗംഭീരമായിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ചേർക്കേണ്ട വളങ്ങളെല്ലാം ചേർക്കന്നെ വേണം. അങ്ങനെ പട്ടയോ അല്ലെങ്കിൽ ഉയരെ വെച്ച് ഷെയ്ഡ് കൊടുക്കുന്നു ഒരു 1 2 ദിവസം. ആ ചെടി 1 ഇഞ്ചോ 2 ഇഞ്ചോ വരെ മേലേക്ക് ഉയർന്നു വരുന്ന ആ ദിവസം വരെ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ മതിയാവും. കീടങ്ങളുടെ ഉപദ്രവം ഉണ്ടായിരിക്കുക, ചെറിയ സമയത്ത് ചെറിയ പ്രായത്തിൽ ഇതിനൊക്കെ മുറിക്കുന്ന കീടങ്ങളും പുഴുക്കളൊക്കെ ഉണ്ടായിരിക്കാം. അതിനാണല്ലോ നമ്മൾ പലതരത്തിലുള്ള ബയോ സ്റ്റിമുലൻസും ബയോ പെസ്റ്റിസൈഡ്സും ബയോ ഏജൻസ് ഒക്കെ നമ്മൾ മണ്ണിലേക്ക് ചേർക്കുന്നത്, അത്തരം ജീവികളുടെ ഉപദ്രവം ഇല്ലാതിരിക്കാനായിട്ട്. അപ്പൊ അത് ചെയ്യാതെ എടുക്കുന്നവർക്ക് ചിലപ്പോൾ ഈ ചെടികളെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ മുറിച്ചു കളഞ്ഞു എന്ന് പറയും. ചെറിയൊരു തരം പ്രാണി ഉണ്ടല്ലോ, മുറിച്ചു മാറ്റുന്ന തണ്ടുകളൊക്കെ മുറിച്ചിടുന്ന ഒരു ജീവികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള റിപ്പല്ലൻസ് ഉപയോഗിക്കേണ്ടി വരും, ബയോ ഏജൻസ് ഉപയോഗിക്കണം തീർച്ചയായിട്ടും. ഗ്രോ ബാഗിലേക്കാണെങ്കിൽ ഗ്രോ ബാഗ് ഉണ്ടാക്കുന്ന രീതി ഞാൻ പറയാറുണ്ട്. അതിലേക്ക് ഈ പറഞ്ഞ പോലെ കയ്യിലെടുത്ത് വിത്തെടുത്ത് സ്പ്രെഡ് ചെയ്താൽ മതി. അങ്ങനെ ഒരു 10 ഗ്രോ ബാഗ് സ്പ്രെഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 10 ദിവസത്തിൽ ഓരോ ദിവസവും നിങ്ങൾക്കൊരു 20 ദിവസം കഴിഞ്ഞാൽ ഓരോ ബാഗായിട്ട് മുറിച്ചു മാറ്റാം. ആ വേരുകൾ അവിടെ തന്നെ ഇരിക്കട്ടെ. വീണ്ടും അതിലേക്ക് സ്പ്രെഡ് ചെയ്യാം, കുറച്ചും കൂടി വളം മേൽഭാഗത്ത് ഇട്ടുകൊണ്ട്. ഓരോന്നും മുറിക്കും തോറും അന്ന് തന്നെ കുറച്ചും കൂടി ചീര വിത്ത് അതിലേക്ക് സ്പ്രെഡ് ചെയ്യുക. ഒരു 10 ബാഗോ 15 ബാഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഗ്രോ ബാഗിന്റെ കാര്യം പറയുന്നത്. ഗ്രോ ബാഗ് തന്നെ വേണമെന്നില്ല, ചെറിയ ട്രേകളായാലും മതി. കാരണം ഒരു 15 സെന്റിയുടെ താഴ്ചയുള്ള ഏത് മീഡിയ ആയാലും ഏതൊരു തരത്തിലുള്ള പോട്ടായാലും നിങ്ങൾക്കത് ഉപയോഗിക്കാം. 15-20 സെന്റി ഗ്രോ ബാഗ് ആയാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള ജലസേചന പ്രയോഗം. വെള്ളം കുറയും തോറും പെട്ടെന്ന് വാടാൻ സാധ്യതയുണ്ട്, ഒരു ഡ്രൂപ്പി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ അല്ലെ. നല്ല മണ്ണാണെങ്കിൽ പിന്നെ എന്നൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, 2 ദിവസം കൂടും വെള്ളം ഒഴിച്ചാൽ മതി. ആ വെള്ളം ഒഴിക്കലല്ല, വെള്ളം ഒഴിക്കും വെള്ളത്തിലൂടെ തന്നെ പോഷകങ്ങളും ചെല്ലണം. എന്തെങ്കിലും ഫെർമെന്റ് ചെയ്തിട്ടുള്ള ചാണകവെള്ളം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇലകളൊക്കെ ലീച്ച് ചെയ്തിട്ടുള്ള വെള്ളം, പിണ്ണാക്ക് ലീച്ച് ചെയ്തിട്ടുള്ള വെള്ളം അല്ലെ. ഇതിന് നമ്മൾ പൂക്കളിൽ നിന്നുണ്ടാക്കാനല്ലോ പോകുന്നത്, വിത്ത് ഉണ്ടാക്കാനും പോകണില്ല. മിക്കവാറും ആളുകൾ വിത്തൊക്കെ മേടിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ പൂക്കൾ ഉണ്ടാക്കാനോ കായകൾ ഉണ്ടാക്കാനോ പോകുന്നില്ല. അപ്പൊ ആ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചീരകൃഷി അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എളുപ്പമാണ്. ഒരു 15-20 ദിവസം 25 ദിവസം കഴിഞ്ഞാൽ മുറിച്ചു മാറ്റാം. കാരണം വിത്തിനെ കുറിച്ചും പൂവിനെ കുറിച്ചും ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചെടി എത്ര കണ്ട് വലിപ്പത്തിൽ, നല്ല വലിപ്പത്തിലുള്ള ഇലകളായി തണ്ടുകളൊക്കെ നല്ല വലിപ്പത്തിലായി മാറുന്നു എന്നത് മാത്രമേ ആഗ്രഹിക്കേണ്ട ആവശ്യമുള്ളൂ. അതിനനുസരിച്ച് പ്രയോഗം ചെയ്താൽ മതി അല്ലെ. അപ്പൊ എത്ര കണ്ട് നമ്മൾ ആ മണ്ണ് മെച്ചപ്പെടുത്തുന്നോ, അതിൽ വളപ്രയോഗം മെച്ചപ്പെടുത്തുന്നോ, അതിലത്തെ ബയോളജി മെച്ചപ്പെടുത്തുന്നോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് 1 കിലോ ചീര പറിക്കാൻ പറ്റും. അയൽവക്കക്കാരൻ ചിലപ്പോ 100 ഗ്രാം പോലും പറിക്കാൻ പറ്റുന്ന വരില്ല. നിങ്ങൾ ഉപദേശിക്കാൻ വന്ന ആളുണ്ടല്ലോ, ഇതിന് വലിയ കാര്യമായിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് ഉപദേശിക്കുന്നവർക്ക് 100 ഗ്രാം പൊടിപ്പിക്കാൻ പറ്റും. അതല്ലേ പിന്നെ അവർ അറിയാതെ, അവരുടെ മണ്ണ് അറിയാതെ
ചില ഭാഗത്ത് നല്ല മണ്ണായിരുന്നു, അതുകൊണ്ട് മെച്ചപ്പെട്ടൊരു റിസൾട്ട് അവർക്ക് കിട്ടും. അത് കണ്ടിട്ടാണ് അവർ പറയുന്നത്, ഈ ചീരയ്ക്ക് വലിയ വിത്തുന്ന ഈ വളപ്രയോഗത്തിൻ്റെ മാനേജ്മെൻറ്റിന് ആവശ്യമില്ല എന്ന് അവർ ഡിക്ലെയർ ചെയ്തു. അവരങ്ങോട്ട് പ്രഖ്യാപിച്ചു. അവരങ്ങോട്ടങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്, വിധി എഴുതുകയാണ്. ചീര കൃഷിക്ക് അല്ലെങ്കിൽ ഏതൊരു കൃഷിക്കായാലും വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല. അവർ ഈ സ്ഥലകാല ബന്ധം ബോധമൊന്നുമില്ല അവർക്ക്. ഏത് ഇടത്തിൽ, ഏത് പ്രദേശത്ത്, ഏത് പരിസരത്ത് ആണത് ചെയ്തത്, അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, മണ്ണിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, അങ്ങനെ വല്ല ബന്ധങ്ങളുണ്ടോ, ഇങ്ങനൊന്നും കൂട്ടി വായിക്കാൻ അവർക്കറിയില്ല. വെറും ഉപദേശം മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെ അപ്പൊ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ ചെടികളൊക്കെ വളർന്നു വരുംതോറും വീണ്ടും അതേപോലെ തന്നെ ഈ ജലസേചന രീതികളിലൂടെ ഫെർട്ടിഗേഷൻ എന്ന് പറയില്ലേ, എന്തെല്ലാം വളങ്ങൾ നമ്മൾ അടിയിൽ ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ മേൽഭാഗത്തും ഇലകളിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. രാസവസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം നമ്മൾ ഡയറക്റ്റ് കഴിക്കാൻ പോകുന്ന ഒരു ഭക്ഷണമാണല്ലോ. അതുകൊണ്ട് രാസവസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. കീടനാശിനികൾ, ഹെർബിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, ഇവ പകരം ബയോസ്റ്റിമുലൻസും ബയോ ഏജൻസും അങ്ങനെയുള്ള ഓർഗാനിക് ആയിട്ടുള്ള വസ്തുക്കൾ മാത്രം അതിലേക്ക് തെളിക്കാൻ നോക്കുക. കാരണം വളരെ ലോലമായിട്ടുള്ളൊരു തണ്ടും ഇലകളൊക്കെ ഉള്ളതാണ്. ആ ചെടികൾക്ക് കൂടുതൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്തെടുക്കാൻ വീണ്ടും ഒരാഴ്ച എടുക്കും. കാരണം നമ്മളിത് ആകെ ഒരു 20, 25, 30 ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പോകുന്ന ഒരു റിസൾട്ടാണത്. ഒരു വർഷം അല്ലെങ്കിൽ 3 മാസം, 5 മാസം, 8 മാസം നീണ്ടു നിൽക്കുന്ന റിസൾട്ട് അല്ല ഇതിനു വേണ്ട ഉള്ളത്. 2, 3 ആഴ്ച, 4 ആഴ്ച. ഓരോ പ്രായത്തിലാണ് ഓരോരുത്തർ മുറിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 ആഴ്ച, 3 ആഴ്ച എന്നൊക്കെ പറയുന്നത്. ആ പ്രായത്തെ പരിഗണിക്കണ്ടേ. ഓരോ സമയത്തിനോടും താല്പര്യമുള്ളവരുണ്ട്. 1 ആഴ്ച പ്രായമുള്ളതിനോട്, 2 ആഴ്ച പ്രായമുള്ള ചീര, 3 ആഴ്ച പ്രായമുള്ള ചീര, അല്ലെ? അധികം മൂത്ത് കഴിഞ്ഞ് പിന്നെ രസം ഉണ്ടാവില്ലല്ലോ, ഒരു രുചി ഉണ്ടാവില്ല. അങ്ങനെയുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം പരിഗണിക്കണം. ചിലർ പറയും 15 ദിവസം കൊണ്ട് ഹാർവെസ്റ്റ് നടത്താം. എന്താണ് അതിന്റെ ബേസ്? ഇത് വിവരിക്കണം, ഈ ഒരു വിഷയം അവതരിപ്പിക്കണം, അല്ലെ? ചിലർക്ക് ഒരു 3 ദിവസം കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ പറയണം, അതെന്ത് ചെയ്യാൻ ചോദിക്കും. അതാണ് സ്പ്രൗട്ട്, മൈക്രോ ഗ്രീൻസ്. ഒരാഴ്ച കൊണ്ട് ചീര കൃഷി കൊയ്തെടുക്കാം. അതെന്താണ്? അതാണ് ബേബി ഗ്രീൻസ്. അതായത് 1 ഇഞ്ച്, 2 ഇഞ്ച്, 3 ഇഞ്ച് വലുപ്പത്തിലുള്ള ചെടി. അങ്ങനെയും കണ്ടിട്ടില്ലേ? അങ്ങനത്തെ ഗ്രീൻസ്. അതായത് ഇപ്പൊ ബേബി ക്യാരറ്റിനെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ, അല്ലെ? ബേബി കോൺ, സ്വീറ്റ് കോൺ എന്നൊക്കെ പറയും. അങ്ങനെ പല പ്രായത്തിൽ അതിന്റെ രുചിഭേദങ്ങളുടെ താല്പര്യം അതിനനുസരിച്ച് ഓരോ വലിപ്പത്തിൽ, പ്രായത്തിൽ മുറിച്ചെടുത്ത് വിപണിയിലേക്ക് എത്തിക്കുന്നു. സൂപ്പൊക്കെ ഉണ്ടാക്കുന്ന നമുക്ക് ബേബി കോണാണ് ആവശ്യം. ഒരു 10 mm, 12 mm വലിപ്പത്തിലുള്ള ബേബി കോൺസ്. അങ്ങനെ ആ രീതിയിൽ പലതും സാലഡിലൊക്കെ ഹോൾ സൈസിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ബേബി ക്യാരറ്റൊക്കെ ഒരു നമ്മുടെ ചെറുവിരലിന്റെ അത്രേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഭയങ്കര നല്ല രസമാണ്, ഭംഗിയാണ് അതിന്. അങ്ങനെയൊക്കെ. അപ്പൊ ചീരകൃഷി ഈ രീതിയിൽ വിജയിപ്പിച്ചെടുക്കാം. വളരെ സിമ്പിളാണ്. നിങ്ങൾ ആകെ ചെയ്തെടുക്കേണ്ട ഇതിനുള്ള മുന്നൊരുക്കം നടത്തുക എന്നുള്ളത്. 1 മാസം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ഒരുക്കിയെടുക്കുക. എല്ലാം സ്റ്റോക്ക് ചെയ്യുന്നു, റിസർവ് ചെയ്യുന്നു, ഒരുക്കിയെടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ മണ്ണൊരുക്കുന്നു, അല്ലെങ്കിൽ ഗ്രോ ബാഗ് ഒരുക്കുന്നു. അപ്പൊ ഈ ഒരുക്കി വെച്ച വിഷയങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ചീരകൃഷി കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം നടത്തിയെടുക്കാം. പിന്നെ ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടെന്ന് വരാം. കാരണം ആദ്യമായിട്ട് ചെയ്യുന്നതാണല്ലോ. എന്തായാലും ചെടികൾ മുളയ്ക്കുന്നുള്ള കാര്യം ഉറപ്പാണ് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. അതായത് ഒരു സമതലത്തിൽ വിത്തുകൾ വിതയ്ക്കുന്നു, അതിൻ്റെ മേലെ കമ്പോസ്റ്റ് ചെയ്യപ്പെട്ട പോഷകങ്ങൾ വീണ്ടും എൻറിച്ച് ചെയ്ത കമ്പോസ്റ്റ് അതിൻ്റെ മേലെ പരത്തുന്നു. വളരെ എളുപ്പം. അതിൽ നിന്ന് ഈ ചെടികളെല്ലാം മുളച്ചു വരും. അടുത്ത പ്രാവശ്യം വീണ്ടും അതിൻ്റെ മേലെ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞാൽ പറിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ മുറിച്ചെടുത്തിട്ട്, വേരും നമുക്ക് കളയാൻ നിൽക്കണ്ട. യൂട്യൂബുകളിൽ കാണുന്ന പോലെ മണ്ണ് ട്രീറ്റ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജലസേചനത്തിലൂടെ നിങ്ങൾ ട്രീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇറിഗേഷൻ, ഫെർട്ടിഗേഷനിലൂടെ നിങ്ങൾ ട്രീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വീണ്ടും അതിൻ്റെ മേലെ മുറിച്ചെടുത്തതിന് ശേഷം വിത്തുകൾ വിതയ്ക്കുന്നു. അതിൻ്റെ മേലെ കമ്പോസ്റ്റ് ചെയ്ത ആ നേരത്തെ പറഞ്ഞ എൻറിച്ച് ആക്കിയിട്ടുള്ള കമ്പോസ്റ്റ് അതിൻ്റെ മേലെ പരത്തി വെക്കുന്നു. 1/2 ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെ. 1/2 ഇഞ്ച് മതിയാവും. വീണ്ടും കൃഷി നടത്തുന്നു.
അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മല്ലിയില അതിൽ വളർത്തുന്നു, അല്ലെങ്കിൽ എന്താ ഉലുവയുടെ ഇല വളർത്തുന്നു. അങ്ങനെ മാറി മാറി ഉപയോഗിക്കുകയും ചെയ്യാം. ആ മാറി മാറി ഓരോ ഗ്രോ ബാഗിലും ചെയ്യുന്നത് നല്ലതാണ്. കാരണം വ്യത്യസ്തമായിട്ടുള്ള മൈക്രോബുകളെ വളർത്തിയെടുക്കാനും വ്യത്യസ്തമായിട്ടുള്ള എൻസൈംസ് മണ്ണിൽ വന്ന് ചേരാനൊക്കെ ഉപകരിക്കും അത്. അപ്പൊ അങ്ങനെ ഒന്ന് കൃഷി ചെയ്ത് നോക്കൂ. അതാണ് ഈ സ്ലൈഡ് നമ്പർ 1 സ്ലൈഡ് നമ്പർ 2 സ്ലൈഡ് നമ്പർ 3 ഞാൻ ഉപദേശിക്കുന്നത്. എപ്പോഴും സ്ലൈഡ് നമ്പർ 2 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെടിയുടെ ഏറ്റവും നല്ല സുഹൃത്ത്, അതായത് ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഫ്ലക്സിനെ കുറിച്ചും ലക്സിനെ കുറിച്ചും ലൂമൻസിനെ കുറിച്ചും ഒക്കെ വിവരിക്കുന്നുണ്ട് ഞാൻ. എത്രമാത്രം ലക്സ് വേണമെന്നുള്ളത് ഈ ചീരച്ചെടിക്ക്. നേരത്തെ ഞാൻ പറഞ്ഞു സൂര്യപ്രകാശം കൂടുതൽ ആവശ്യമാണ്. അതിരാവിലത്തെ വെളിച്ചാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രിയം. അതായത് മോർണിംഗ് സെഷനിൽ, അതിരാവിലെ എന്ന് പറയുമ്പോൾ തെറ്റിപ്പോവും. അത് മോർണിംഗ് സെഷൻ, അതായത് ഒരു 6 മണി തൊട്ട് 6:30 തൊട്ട് 11 മണി വരെയുള്ള വെളിച്ചം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അതുകൊണ്ട് ഇപ്പൊ കിഴക്ക് വീടാവുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കുന്നുണ്ടാവുമല്ലോ. ഒരു തോട്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം സൂര്യപ്രകാശം എല്ലായിടത്തും ഏകദേശം തുല്യമായിട്ട് തന്നെ ലഭിക്കും, മറകളില്ല. വീടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടെറസിന്റെ മേലെയാണെങ്കിലും ചെറിയൊരു മറ ഉണ്ടായിരിക്കും കാലത്ത്. കാരണം ആ അപ്സ്റ്റാൻഡ് അവിടെ ഉള്ളതുകൊണ്ട് കാലത്ത് ചിലപ്പോൾ ഒരു 7 മണി 8 മണി വരെയുള്ള പ്രകാശം കിട്ടിയെന്ന് വരില്ല, സൺബീം ഒക്കെ ഉള്ളതുകൊണ്ട്. ചില മരങ്ങളിലെ മറവുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം. അപ്പോ കിഴക്കേപ്പുറത്ത് വെക്കുകയാണ് എപ്പോഴും നല്ലത്, കിഴക്കേ ഭാഗത്ത് അല്ലെ. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് ചുറ്റും നോക്കുക, കാലത്തൊട്ട് വൈകുന്നേരം വരെ എവിടെയാണ് കൂടുതൽ പ്രകാശം കിട്ടുന്നത് അവിടെ വെക്കുക. ഇനി കിഴക്കേപ്പുറം ഇല്ലാത്തൊരു വേറെ വഴിയില്ല, അപ്പൊ പിന്നെ പടിഞ്ഞാറേ ഭാഗത്ത് വയ്ക്കുക. കിഴക്ക് ഭാഗത്തുള്ള സൂര്യപ്രകാശം കിട്ടാൻ സാധ്യതയില്ലാത്തവർ. കിഴക്ക് ഭാഗത്ത് സൂര്യപ്രകാശം കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ 11 മണി വരെ 12 മണി വരെ സൂര്യപ്രകാശം കിട്ടുന്നുള്ള ഉറപ്പാണല്ലോ, അല്ലെ. അപ്പൊ കിഴക്കേ ഭാഗത്ത് തന്നെ വയ്ക്കുക. ഒരു 7000 ലക്സ്, അതായത് ഞാനിനി ആ ലൈറ്റിന്റെ ഇതിനെ കുറിച്ച് പറയുന്നില്ല, കാരണം പല ഇതിലായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. 5000 ഒരു 10,000 20,000 ലക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് കിട്ടുന്നത്? ഏറ്റവും ആംബിയൻ സൺലൈറ്റ് എന്ന് പറയുമ്പോൾ അതാണ്. മാത്രമല്ല ചെടികൾക്കെല്ലാം ഒരു വെജിറ്റേറ്റീവ് ഗ്രോത്ത്, ഫ്ലവറിങ് സ്റ്റേജ് ഗ്രോത്ത്, ഫ്രൂട്ട് സ്റ്റേജ് ഗ്രോത്ത്, ഇതിനൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ലക്സുകൾ വേണം. ആ ലൈറ്റിന്റെ ആവശ്യകത കൂടുതൽ സൂര്യപ്രകാശം വേണം. അതായത് ഫ്രൂട്ട് സെറ്റിംഗ് ആവശ്യമായിട്ടും റൈപ്പനിങ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ. ഫ്ലവറിങ് സ്റ്റേജിലൊക്കെ ഒരു 10,000 മുതൽ 20,000 മുതൽ ലക്സ് മതി. അങ്ങനെ നേടിയെടുക്കുന്ന ഫുൾ സൺലൈറ്റ് 8 to 10 hours വേണം ചീരയ്ക്ക്, ഏറ്റവും നന്നായി തീരും. അത്ര കണ്ട് സൂര്യപ്രകാശം കിട്ടുമ്പോഴാണ് ആ ചെടിയിൽ കൂടുതൽ ആ ചെടിയുടെ ഫലങ്ങളെല്ലാം തന്നെ സെക്കൻഡറി മെറ്റാബോലൈറ്റ്സ് നിറഞ്ഞുകൊണ്ട് കൂടുതൽ റിച്ച് ആയിട്ട് മാറുന്നത്, മെഡിസിൻ വാല്യൂ കൂടുന്നത് അതിൻ്റെ. അത്രയും സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ ആ സൂര്യപ്രകാശം കിട്ടാതിരിക്കുക, വളപ്രയോഗം ഇല്ലാതിരിക്കുക, അങ്ങനെ വരുമ്പോൾ അതിൽ വലിയ പോഷക മൂല്യം ഉണ്ടായിരുന്നു വരില്ല. ചീര രൂപത്തിൽ ചീരയായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒന്നുമില്ലാത്തതിന് നല്ലതല്ലെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ വരുന്ന നേരത്തെ പറഞ്ഞ ഉപദേശകരുണ്ടാവുമ്പോഴാണ് വലിയ വളം ചെയ്യേണ്ടടോ, ഇങ്ങനെയൊക്കെ മതി. കാരണം എന്താണ് ചീര, എങ്ങനെയാണ് കൃഷി എന്നൊക്കെ അറിയേണ്ട അവർക്ക്. ആട്ടുംകാഷ്ടം കൂർക്കപ്പേരും തിരിച്ചറിയാൻ പറ്റാത്തവരുള്ള ഉപദേശികളായി കഴിഞ്ഞാൽ കുഴപ്പതാണ്, അല്ലെ. അപ്പൊ സ്ലൈഡ് നമ്പർ 2 അതിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. സ്ലൈഡ് നമ്പർ 3 അതേപോലെ തന്നെ ഈ ലൈറ്റിന്റെ വ്യത്യസ്തമായിട്ടുള്ള എന്നുള്ളൂ മൈക്രോമോൾസ്, നാനോമോൾസ്, മൈക്രോമോൾസ്, അതൊക്കെ ചെറുതായിട്ട് വിവരിക്കുന്നത്. കാരണം കൂടുതൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വായിക്കും തോറും നിങ്ങൾ കൂടുതൽ പരിചയിക്കും തോറും അതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നു, മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ സൂര്യപ്രകാശത്തിന്റെ ആവശ്യകത നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോഴാണ് എന്താണ് സൂര്യപ്രകാശം, എന്താണ് ഫോട്ടോസിന്തസിസ്, അതിന്റെ പ്രയോജനം എന്താണ് ചെടിക്ക് എന്ന വിഷയത്തിൽ നമ്മൾ ഇതൊക്കെ ഈ അടുത്ത കാലത്താണല്ലോ കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ഡെപ്തിൽ മനസ്സിലാക്കുന്നത്. പണ്ട് കാലങ്ങളിൽ അത് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഓർഗാനിക് അല്ലെങ്കിൽ ബയോളജിക്കൽ അല്ലെങ്കിൽ നാച്ചുറൽ ഫാമിംഗ്, പ്രീമകൾച്ചർ ഫാമിംഗ് എന്നൊക്കെ പറയില്ല, വ്യത്യസ്തമായിട്ടുള്ള പേര്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ചെടികളെ വളർത്തുക എന്നുള്ളേ ഉള്ളൂ. ഇതിനൊക്കെ ഒരു സയൻസ് ആയിരുന്നു.
മറ്റേത് സയൻസ് ഉണ്ടായിരുന്നില്ല, ഒരു സയൻസിന്റെ അടിത്തറ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ അതിന് സയൻസിന്റെ അടിത്തറയിൽ. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ തന്നെ പുറത്തു നിന്നും വലിയ വലിയ ചെലുത്തലുകളില്ലാതെ, വലിയ ചെലവുകളില്ലാതെ തന്നെ ഏറ്റവും ഉഗ്രമായ രീതിയിൽ, ഏറ്റവും ഹയർ ലെവലിലേക്ക് നമുക്ക് കൃഷിയെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന ഒരു മനസ്സിലാക്കൽ നടന്നത്. പോഷക സമ്പന്നമായിട്ടുള്ള പച്ചക്കറികളും ഫലങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കൊമേഴ്സ്യൽ രീതിയിൽ തന്നെ നമുക്ക് സാധാരണ കൃഷി നടത്തിയെടുക്കാൻ സാധിക്കും എന്ന നിലയിലേക്ക് എത്തിയത്. അത് നമ്മൾ മണ്ണിനെ ഏത് രീതിയിൽ പരിചരിക്കുന്നു, എങ്ങനെ നമ്മൾ മണ്ണിനെ ഡ്രൈവ് ചെയ്യുന്നു, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിനനുസരിച്ചിരിക്കും. ആ വിഷയത്തിൽ എത്രമാത്രം അതിൻ്റെ വിഷയങ്ങളെ കൂട്ടി വായിക്കാൻ, പ്രവർത്തിച്ചെടുക്കാൻ ശ്രദ്ധിക്കുന്നുവോ, മെനക്കെടുന്നുവോ, ക്ഷമയുള്ളവരാണോ, അതിനനുസരിച്ച് അങ്ങനെ നമുക്ക് മണ്ണിനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. സ്ലൈഡ് നമ്പർ 4ലും ഇതിന്റെ ഒരു ചൂടിന്റെ ഒരു 20-30 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും. വിത്ത് മുളയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു 20-30 ഡിഗ്രി സെന്റിഗ്രേഡ് വേണം, നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചൂടുകാലത്തൊക്കെയാണെങ്കിൽ ഷെയ്ഡിൽ വെച്ച് വിത്ത് മുളപ്പിക്കുക. എന്നിട്ട് സൂര്യപ്രകാശം നടത്തി മുളച്ചതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ചൂട് എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ചൂട് ഇപ്പൊ എത്രയാ, 30 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇപ്പൊ ഈ സംസാരിക്കുന്ന നേരത്ത്, അതായത് ഇപ്പോ 11:30 കഴിഞ്ഞു. ഏത് മാസം? 11ാമത്തെ മാസം, നവംബർ മാസം. 30 ഡിഗ്രി സെന്റിഗ്രേഡ് ഈ 11 മണിക്ക് ഇടുക്കിയിലെ ഓരോ പ്രദേശവും 1 സെന്റ്, 2 സെന്റ്, 3 സെന്റിഗ്രേഡ്, 3 സെന്റിഗ്രേഡ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ ചെറിയൊരു തണുപ്പിലായിരിക്കണം, അല്ലെങ്കിൽ നല്ല കാലാവസ്ഥയിലായിരിക്കണം വിത്ത് മുളപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ വിത്ത് മുളച്ചു എന്ന് വരില്ല പറയുന്നത്. 25-35 ഡിഗ്രി സെന്റിഗ്രേഡിൽ വളരെ ഓപ്റ്റിമം ആയിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ ചീര കൃഷി നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞാൽ സ്ലൈഡ് നമ്പർ 5 പ്രൊപ്പഗേഷൻ മെത്തേഡിനെ കുറിച്ച് ഞാൻ വിവരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വിവരിച്ച പോലെ തന്നെ ആ സ്ലൈഡുകൾ നിങ്ങളൊന്ന് പോസ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വിഷയങ്ങളെല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. സ്ലൈഡ് നമ്പർ 6 ഞാൻ അതിന്റെ വളപ്രയോഗങ്ങളെ കുറിച്ചും ചില ബയോ പെസ്റ്റിസൈഡ്സിനെ കുറിച്ചും ബയോ സ്റ്റിമുലൻസിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. ബയോ ഏജൻസ്, ബയോ സ്റ്റിമുലൻസ്. അതേപോലെ ഒരു സെന്റ് കൃഷി നടത്താൻ, ഈ ചീര കൃഷി ഞാൻ നേരത്തെ പറഞ്ഞ, നിങ്ങൾ ആ ഉപദേശകരൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു വളവും ചേർക്കേണ്ടടോ. ചീരകൃഷി വെറുതെ വിത്ത് വിതച്ചാൽ മതി. ശരിയാണ്, അയാൾ പറയുന്നത് ശരിയാണ്. പക്ഷെ അയാൾ എന്നിട്ട് കൃഷി നടത്തുമ്പോൾ 10 കിലോ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്തെടുക്കുമ്പോൾ 100 കിലോ കിട്ടും. നിങ്ങൾക്ക് ആ വ്യത്യാസമുണ്ട്. പ്ലസ് നിങ്ങളുടെ കൃഷിയിൽ അതിന്റെ ഫലങ്ങളിൽ പോഷക മൂല്യം കൂടുന്നു. ഫുഡ് ബിക്കം ആസ് എ മെഡിസിൻ. ഭക്ഷണം മെഡിസിൻ ആയിട്ട് മാറും നിങ്ങളുടേത്. നേരത്തെ ഉപദേശിച്ച ആളുടെ അടുത്ത് നിന്ന് ഉണ്ടായിരുന്നു വരില്ല. അപ്പൊ കുറച്ച് ചാണകപ്രയോഗം, ഒരു സ്ക്വയർ മീറ്ററിനൊക്കെ ഒരു 5 കിലോ 4 കിലോ ചാണകം ചേർത്തുകൊണ്ട് തന്നെ നിങ്ങൾ കൃഷി ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഈ കൃഷി മാത്രമല്ല, ചില സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കുറച്ച് പച്ചമുളക് നട്ടാലോ, അതും നടാം. എല്ലാം ഈ പച്ചക്കറി കൃഷികളെല്ലാം തന്നെ അതിൽ നടത്താം. ഒരടി മണ്ണ് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഗ്രോ ബാഗിൽ. അപ്പൊ ഓർഗാനിക് മാറ്റർ എത്ര കണ്ടെന്ന് അറിയുന്നു, അത്ര കണ്ട് നല്ലതാണ്. അതിലൂടെ കുറച്ച് ജിപ്സം, ബോറാക്സ്, എപ്സം സോൾട്ട്, റോക്ക് ഫോസ്ഫേറ്റ് ഇതെല്ലാം ചെറിയ അളവിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. ബയോ സ്റ്റിമുലൻസ്, ബയോ ഏജൻസ് അതെല്ലാം ഉപയോഗിക്കുന്നു. ഹ്യൂമിക് ആസിഡ്, ഫൾവിക് ആസിഡ്, സീവീഡ്, അമിനോ ആസിഡ്സ് എല്ലാം ഉപയോഗിക്കുന്നു. ഏറ്റവും ശുദ്ധമായിട്ടുള്ളത്, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത്. ഹ്യൂമിക് ആസിഡ് ആണെങ്കിൽ 98%, ഫൾവിക് ആസിഡിയും സീവീഡൊക്കെയാണ് 85% ഗുണമുള്ളത്. അതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. അതൊക്കെ ഉപയോഗിക്കും. മണ്ണിലെ ഓർഗാനിക് കാർബണിന്റെ അളവ് കൂടുന്നു, ഓർഗാനിക് മാറ്ററിന്റെ അളവ് കൂടുന്നു, കാർബണിന്റെ അളവ് കൂടുന്നു. മൈക്രോബുകൾക്ക് ഈ ഹ്യൂമിക് ആസിഡ്, ഏറ്റവും നല്ല ഹ്യൂമിക് ആസിഡും ഫൾവിക് ആസിഡും കിട്ടിയാലോ മണ്ണിലെ TDS പോലും നിയന്ത്രിക്കുന്നതിന് സാധിക്കും. മണ്ണിലെ pH റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് മണ്ണിലെ ഓർഗാനിക് കാർബൺ എന്നറിയുന്നതുകൊണ്ടുള്ള ഗുണം. ഇപ്പൊ നമ്മൾ എല്ലാ പറമ്പിലും എല്ലാ സ്ഥലത്തും TDS കുറിച്ച് ഭയങ്കരമായിട്ട് ഈവൻ വളരെയധികം വറി ചെയ്യാണ്. കാരണം പോഷകങ്ങളെല്ലാം പിന്നെ വേസ്റ്റ് ആയിട്ട് പോവാണ്. വെള്ളത്തിലെ TDS കൂടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഡിസോൾവ് സോൾട്ട് എന്ന് പറയില്ലേ, അത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർക്കുന്ന വളങ്ങളും അവിടെ പ്രവർത്തിക്കില്ല.
ഓൾറെഡി അത് ഒരു 800 900 ആയി ഡിസോൾവ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചേർക്കുന്ന വളങ്ങൾ എങ്ങനെയാണ് ലയിക്കുക? ലയിപ്പിക്കുന്നതിന് അതിരില്ലേ? നിങ്ങൾ ഉപ്പോ പഞ്ചസാരയോ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നിങ്ങൾ ഓരോ അളവിൽ ചേർത്തുകൊണ്ടിരിക്കുക. ആദ്യമൊക്കെ പെട്ടെന്ന് ലയിക്കും, പിന്നീട് ലയിക്കാതെ ആയിട്ട് മാറും, ഡിസോൾവ് ആയിട്ടും ആകാതെ മാറും. കാരണം അവിടെ ഓൾറെഡി ഡിസോൾവ് ആയിട്ട് ഓരോ മൂലകങ്ങളും നിൽക്കുന്നുണ്ട്. അവിടെ പിന്നെ സ്പേസ് ഇല്ല, അതിന് സൊല്യൂബിൾ ഫോമിലേക്ക് എത്താനുള്ള സ്പേസ് ഇല്ല. ഉപ്പ് തന്നെ കലർത്തിക്കൊണ്ടേയിരിക്കുക, കുറച്ച് കൂടുതൽ. ഒരു പർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ ആ ഉപ്പ് അവിടെ തന്നെ കിടക്കും, അത് സൊല്യൂബിൾ ആവില്ല. എന്ന പോലെ വളങ്ങൾ ചേർക്കുമ്പോൾ സൊല്യൂബിൾ ആയിട്ട് മാറില്ല, പിന്നെ ടോക്സിൻ ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കാനാണ് നമ്മൾ ഹ്യൂമിക് ആസിഡ്, ഫൽവിക് ആസിഡ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചേർക്കുന്നത്. pH റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. TDS റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. മൈക്രോബുകളുടെ വർധന ഉണ്ടായെടുക്കുന്നു. ചെടികളിലേക്ക് പോഷകങ്ങൾ മുഴുവൻ എത്തിച്ചു കൊടുക്കാൻ സഹായകരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകുന്നു. ചെടികൾക്ക് എളുപ്പത്തിൽ വളങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കുന്നു. മണ്ണിൽ പല ടോക്സിൻസിനും ഇല്ലാതാക്കാൻ സാധിക്കുന്നു. അങ്ങനെ മണ്ണിന്റെ സ്ട്രക്ചറിനെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ചെടികൾക്ക് വളരെ വേഗതയിൽ വളരാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കൊണ്ടുള്ള ഗുണം. ആ രൂപത്തിൽ നിങ്ങൾ കൃഷിയെ കാണുക. ചീരകൃഷി, നമ്മളിപ്പോൾ ചീരകൃഷിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതാണ് സ്ലൈഡ് നമ്പർ 6 അതിനെക്കുറിച്ച് വിവരിക്കുന്നത്. ആ വളപ്രയോഗം എങ്ങനെയാണ് 1 സെന്റിലേക്ക് അല്ലെ. അതിൽ ഞാൻ പറയണ്ട, ക്രോപ്പ് ക്യാൻ ഗ്രോ ഇൻ പുവർ സോയിൽ ബട്ട് ഇറ്റ് വിൽ ബെനിഫിറ്റ് ഫ്രം അപ്രീസിയേഷൻ ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസർ റിസൾട്ടിങ് ഇൻ ഹയർ ലീഡ്. ദാറ്റ് ബിക്കംസ് മെഡിസിൻ, ദാറ്റ് ഫുഡ് ബിക്കംസ് മെഡിസിൻ. അതാണ് എൻ്റെ ആ ഒരു സ്ലൈഡ് നമ്പർ 6 കൊണ്ട് എനിക്ക് പറയാനുള്ളത്. BFC ബയോ പെസ്റ്റിസൈഡ്സും സ്റ്റിമുലൻസും എൻ്റെ നമ്പറിൽ വിളിച്ച് ഞാൻ എത്തിച്ചേരേണ്ടത്. അതേപോലെ തന്നെ വിത്തുകൾ വളരെ ചെറുതാണല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈക്രോ ഗ്രീൻസ് ഒക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. മുഴുവനോടെ കട്ട് ചെയ്യാം. അടിഭാഗം വേരുകളൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ വേരുകൾ കഴിക്കുന്നില്ലല്ലോ. നിങ്ങൾ വേരുകൾ കൂടി മെഴുക്കുവരട്ടിലൊക്കെ ഇടുന്നുണ്ട്, കഴുകി എടുത്തിട്ട് ഇടുന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, വളരെ നല്ലതാണ് ആ വേരുകൾ. അതല്ലെങ്കിൽ പിന്നെ മണ്ണിൽ തന്നെ ഇരിക്കട്ടെ, മണ്ണിൽ അതിൻ്റെ ബയോമാസ് വർദ്ധിക്കട്ടെ, ആ മൈക്രോബുകളെല്ലാം അവിടെ തന്നെ ഇരിക്കട്ടെ, ആ വേരുകളിൽ തന്നെ. പുതിയ ചെടികൾ വരുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള പരിസ്ഥിതി ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കിയെടുക്കും. റീപ്ലാന്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നുണ്ട്, റീപ്ലാന്റിങ്ങിനെ കുറിച്ച് നടക്കുന്ന സംഗതിയല്ല. കമേഴ്ഷ്യൽ കൃഷിയിൽ തീരും പറ്റില്ല. വെതറിടുക, മുളപ്പിക്കുക എന്നുള്ളേ പറ്റുള്ളൂ. പിന്നെ വീട്ടമ്മമാർക്ക് വേണമെങ്കിൽ ഒരു 10 ചെടിയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറിച്ചു നടാൻ സാധിക്കും, സമയം കിട്ടും. So slide number 9, good biology. You need a good biology and organic content presence in the first inch of the soil at the time of seed spread. ആ 1 ഇഞ്ച് മണ്ണിൽ എത്ര കണ്ട് നിങ്ങൾ റിച്ച് ആണോ അത്ര കണ്ട് മെച്ചപ്പെട്ടതാണ്, നല്ലതാണ്. കാരണം ഓൾറെഡി നമ്മൾ വെള്ളം ഒഴിക്കും തോറും അതൊക്കെ ചോട്ടിലോട്ട് ആഴ്ന്നിറങ്ങാൻ സാധ്യതയുണ്ട്. പല ലയ രൂപത്തിലായിട്ടുള്ള പോഷകങ്ങൾ ചോട്ടിലേക്ക് ആഴ്ന്നിറങ്ങി പോകാം. കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഗ്രോ ബാഗിൽ നിന്നൊക്കെ ലീച്ച് ചെയ്ത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയും സംഭവിക്കാം. അപ്പൊ അത്രയും റിച്ച് ആയിട്ടുള്ളൊരു മണ്ണിൽ നിങ്ങൾക്ക് ഈ ചീരയ്ക്ക് ഏറ്റവും കൂടുതൽ പേടിക്കുന്നവരുണ്ട് കേരളത്തിലൊക്കെ, പ്രത്യേകിച്ചും ഇലപ്പുള്ളി രോഗം, പലതരത്തിലുള്ള അഴുകൽ രോഗം, കോളർ റോട്ട് രോഗം ഉണ്ടാവാറുണ്ട്. വേരുകൾ പെട്ടെന്ന് കേടായി പോകാറുണ്ട്. ഞാൻ ഈ പറയുന്ന സംവിധാനത്തിലൂടെയാണെന്നുണ്ടെങ്കിൽ ഇത്തരം രോഗങ്ങളെ നമുക്കൊരു 95%, 98% കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇലകളെല്ലാം നല്ല വലിപ്പത്തിലേക്ക് എത്തിക്കാനും സാധിക്കും. പ്ലസ് ന്യൂട്രീഷണൽ റിച്ച് ഫുഡ്, ഒരു ഭക്ഷണം ഒരു മരുന്ന് പോലെ ആകുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കും. സോ സ്ലൈഡ് നമ്പർ 9, ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാൻ ഫെർട്ടിഗേഷനൊക്കെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഡ്രിപ്പിനെ കുറിച്ച് ആലോചിക്കുക, ചിന്തിക്കുക. അതിലൂടെ തന്നെ വളങ്ങൾ കൊടുക്കാൻ, പോഷകങ്ങൾക്ക് നൽകാനും കഴിയുന്ന രൂപത്തിൽ ഇറിഗേഷൻ സെറ്റപ്പ് ചെയ്യുക, ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പം നിങ്ങൾക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓഫീസിൽ പോകുന്നുണ്ടായിരിക്കും, ടീച്ചർമാരായിരിക്കാം, അധ്യാപകരായിരിക്കാം, അധ്യാപികമാരായിരിക്കാം, മറ്റു പല ജോലികൾ ചെയ്യുന്നവരായിരിക്കാം. എല്ലാം കഴിഞ്ഞ് ഓടി വീട്ടിലെത്തുമ്പോഴേക്കും 6 മണി 7 മണി ആവുന്നവരായിരിക്കാം. അവർക്ക് കൃഷി ചെയ്യണമെന്നുണ്ട്, സ്വന്തമായിട്ട് കുറച്ച് പച്ചക്കറി വീട്ടിലുണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഇത് നല്ലതാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ബെസ്റ്റ്.
അല്ലേ? അങ്ങനെ. സോ ഡിസീസ് സ്ലൈഡ് നമ്പർ 10 ഞാൻ ചില വിഷയങ്ങളെ, ഡിസീസ് ഏതൊക്കെയാണ് സാധാരണ പൊതുവെ വരാറുള്ളത്, പൊതുവെ വരുന്ന കീടങ്ങൾ എന്താണ്, അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഏത് കീടങ്ങളെയും രോഗങ്ങളെയും നമുക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കും. ഏതേത് രോഗങ്ങളായാലും ഏതേത് കീടങ്ങളായാലും നമ്മളെ ചെടിയുടെ ആരോഗ്യം തന്നെ ഒരു പരിധി വരെ അതിനൊക്കെ റിപ്പൽ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റിപ്പല്ലൻസ് ഓർഗാനിക് ആയിട്ടുള്ള രീതികൾ, അല്ലേ? അങ്ങനെ. അപ്പോൾ ഇത്തരം ചെടികളൊക്കെ വയ്ക്കുമ്പോൾ പച്ചയും ചുവപ്പും ഇടകലർന്ന നിറങ്ങൾ എത്ര കണ്ട് മാറി മാറി ഉണ്ടാകുന്ന വസ്തുക്കളാണ്, വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളാണ്, ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്, അതിനനുസരിച്ചുള്ള ഗുണങ്ങളുണ്ടായിരിക്കും, അല്ലെ? ആന്ത്രോസൈനാനിൻസ് എന്നൊരു പിഗ്മെന്റ് ആണ് ഈ ചുവന്ന ചീരയിലൊക്കെ കൂടുതലുള്ളത്. അത് നമുക്ക് വളരെ ഗുണമുള്ളതാണ്. അതിൽ സ്ലൈഡ് നമ്പർ 10 ഞാൻ വിവരിക്കുന്നുണ്ട് എന്തെല്ലാം ഗുണങ്ങൾ വരാമെന്നുള്ളത്. ഞാൻ ഇതിന്റെ ന്യൂട്രീഷണൽ വാല്യൂനെ കുറിച്ചൊന്നും ഞാൻ അനലൈസ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു ഈ വിഷയം മനസ്സിലാക്കി, ചീരകൃഷി എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ചീര എങ്ങനെ നടാം എന്നതിന് മാത്രമല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഏതൊരു കൃഷിയും ആദ്യത്തെ ഒരു അടി മണ്ണ് എങ്ങനെ മെച്ചപ്പെടുത്തണം, അതിലൂടെ എന്തെല്ലാം ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ ചീര പ്രത്യേകിച്ച് പറയാൻ കാരണം വെച്ചാൽ ആ വിത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് അത് എങ്ങനെ നടണം, എത്ര ദിവസം കൊണ്ട് പറിച്ചെടുക്കണം എന്നതിന്റെ ഒരു വിഷയം മാത്രമേ ഞാൻ എക്സ്ട്രാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മറ്റെല്ലാം ഈ മണ്ണ്, ഈ നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്ന ഏതൊരു ബേസും നിങ്ങൾക്ക് എല്ലാ കൃഷിയും ചെയ്തെടുക്കാം. അപ്പൊ ഇതിൽ ആകെ ഒന്ന് പരിഗണിക്കേണ്ടത് എന്താണ് ചീര, അത് ഏത് രൂപത്തിൽ നടണം, ഇനി അടുപ്പിച്ച് വളർന്ന വല്ല കുഴപ്പമുണ്ടോ, അകത്തി വെച്ചാൽ ഗുണമുണ്ടോ എന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കിപ്പിച്ചു എന്ന് മാത്രം. അതല്ലെങ്കിൽ ഒരു പുതിയ ചിന്തകൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞു എന്നുള്ളൂ. ഡ്രിപ്പ് ഇറിഗേഷന്റെ സാധ്യതയും പറഞ്ഞു, അല്ലെ? വെള്ളം നല്ല വെള്ളമായിരിക്കണം. TDS കുറഞ്ഞ വെള്ളമാണെങ്കിൽ വളരെ നല്ലത്. പക്ഷെ അത് അങ്ങനെ TDS ഉണ്ടെങ്കിൽ പോലും അതിനെ പോലും അതിജീവിക്കാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ കഴിയുന്നതാണ് നമ്മുടെ ഹ്യൂമിക് ആസിഡും ഫൾവിക് ആസിഡും ഒക്കെ ഞാനതിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഉപയോഗിക്കുക. സീവീഡ്, അമിനോ ആസിഡ്സ് ആൻഡ് യുവർ ഓർഗാനിക് മാറ്റർ മാക്സിമം. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീസണിൽ ഇതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. എങ്ങനെ? പിന്നെ ഈ സാധനങ്ങൾ കുത്തിമറിക്കുന്നു വേണ്ട, തടം അല്ലെങ്കിൽ ബെഡ് കുത്തിമറിക്കുന്നു വേണ്ട, അത് പെർമനന്റ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നിരന്തരമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സീസൺ, ഒരു മാസം കൃഷി ചെയ്ത് ഒരു മാസം ഓപ്പൺ ആയിട്ട് കിടക്കുന്നു. അങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മൾ കൃഷി മണ്ണിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തേണ്ടി വരും. നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കണം. വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ നിങ്ങളുടെ ഈ 1 സെന്റ് 2 സെന്റ് തോട്ടത്തിൽ അത് തന്നെ അതേപോലെ അനുവർത്തിച്ചാൽ നിങ്ങൾക്ക് 10 ഏക്കറും 100 ഏക്കറും കൃഷി ചെയ്യാം. All right. Thank you very much.